Hello, ladies and gentlemen. Welcome back to our channel. Our happy face. ഒരുങ്ങി ചമിഞ്ഞ് another Saturday. Monday to Friday ഞങ്ങളെ കാണണ്ട like how we look and everything. But Saturday we make sure to get ready and go out, right? Exactly. അതെ ഇന്ന് ഒരു കൊറിയൻ എന്ത് ലുക്കിലെ മാമോ? Korean look. കൊറിയൻ ലുക്ക്. Yeah, I'll show you guys the whole look once we reach somewhere. Okay? എന്റെ OOTD വീഡിയോ എടുത്തന്നെ. OOTDയാ? എന്ത് ചിരിയാ? OOTD. അച്ഛാ ഓക്കേ. അങ്ങനെ on the way to Marina Mall and Marina Harbor. ഹാർബർ എന്ന് പറയുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ മറീന മാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ നാളായിട്ട് നമ്മുടെ റിലേറ്റീവ് മിസ്റ്റർ ജോ അങ്കിൾ പറഞ്ഞത് പ്രകാരം ആള് കുറേ നാളായി പറഞ്ഞു കേട്ടോ, അവിടെ പോയാൽ നല്ല വീഡിയോസ് കിട്ടും, നല്ല രസമാണ്, നല്ല വൈബാണ് എന്നൊക്കെ പറയും. പക്ഷെ സത്യം പറഞ്ഞ ടൈം കിട്ടാറ്. ചെന്ന് നോക്കിയാൽ അതൊരു ഹാർബർ പോലെ അപ്പുറത്തെ സൈഡില് ഈ ചെറിയൊരു ഹാർബർ. നീണ്ട ഒരു വലിയ ലോങ് ഡ്രൈവിന് ശേഷം നല്ല ട്രാഫിക് ആയിരുന്നു. യൂഷ്വൽ നമുക്ക് എല്ലാ വീക്കെൻഡ്സും നമ്മളിവിടെ നല്ല ട്രാഫിക് എക്സ്പീരിയൻസ്. മറീന മാൾ താ കാണുന്നു. സ്പെഷ്യലി ഇൻ മറീന ഏരിയ. ഐ തിങ്ക് മറീന ഏരിയ എന്ന് പറഞ്ഞാൽ മറീന ഏരിയയിലാണ് ഹാപ്പനിങ് പ്ലേസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയല്ലേ പറയാറ്? എങ്ങനെയുണ്ട് എന്റെ ഇംഗ്ലീഷ്? സോ ഇതാണ് മറീന മാൾ. മറീന മാൾ. ഇനി പാർക്കിംഗ് കിട്ടുമോ ഇവിടെ? ആ പാർക്കിംഗ് അത്ര കുഴപ്പമുണ്ടാവില്ല, പക്ഷെ കണ്ണാട വെച്ചതുകൊണ്ട് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ ലിഫ്റ്റിന് വേണ്ടി കഷ്ടപ്പെട്ട് വെയിറ്റ് ചെയ്യുന്നു. എന്റെ മുഖം കാണാനില്ല, കഷ്ടപ്പാട്. ഗ്രൗണ്ട് ഫ്ലോർ മറീന മോള്. ഇതിന്റെ ഒരറ്റത്ത് ചെറിയൊരു ഹാർബർ ഉണ്ട്, അങ്ങോട്ടല്ല നമ്മള് പോണേ. കണ്ണട വെച്ച് മോളിൽ നടന്നാൽ ഷോ കുഴപ്പമില്ല അല്ലേ? ഞങ്ങൾ ഫുള്ള് കൊറിയനാണ്. കൊറിയൻ. അപ്പം ഓക്കെ. അപ്പം ഞാൻ ഓർത്ത് ദുബായില് മറീന മോളിൽ ഷോപ്പിംഗ് ചെയ്യാനാണ് വരുന്നത്. മറീന മോളിൽ ഷോപ്പിങ്ങിനല്ല വന്നത്, നമ്മൾ ഹാർബർ കാണിച്ചു തരാൻ. ഗൈസ്, ഹാർബർ കാണിച്ചു തരാൻ. മോളിന്റെ ഉള്ളിൽ നിന്ന് നേരെ പുറത്തേക്ക് കടന്നു. ആസ് യൂഷ്വൽ നല്ല തിരക്കാണ് മോളിന്റെ ഉള്ളിൽ അല്ലേ? നല്ല തിരക്കുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കവർ ചെയ്ത്. അതിൻ്റെ ഉള്ളിൽ വലിയ കഥ പറയാനൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ കഥ പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എത്തില്ല. നമുക്കൊരു സൺസെറ്റ് കിട്ടണം എന്നുള്ള എക്സ്പെക്ടേഷനിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ മാളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്നപ്പോൾ കാണുന്ന ആ ഒരു സൂപ്പർ കാഴ്ച അതാണ്. മോനെ സൂപ്പർ അല്ലേ? നിറച്ച് ഇവിടെ യോട്ടുകൾ എന്ന് പറയാൻ തോന്നുന്നു. കണ്ട ചെറിയ ചെറിയ യോട്ട്സ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതെല്ലാം പ്രൈവറ്റ് യോട്ടുകളാണ് കേട്ടോ. അതായത് ഇത് എല്ലാം റെന്റ് ചെയ്തിട്ട് നമുക്ക് അതിലൊരു ഇവന്റുകൾ ചെയ്യാൻ പറ്റും. ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനത്തെ പല പല പാക്കേജുകളാണ്. അൽസീഫിൽ റെന്റ് എടുക്കാൻ പറ്റില്ലല്ലോ. അൽസീഫിൽ റെന്റ് നമ്മളിത് ഫുള്ള് നമ്മളെ യോട്ട് നമ്മള് റെന്റിന് എടുക്കണം. എന്നിട്ട് അതിൽ നമുക്ക് നമ്മുടെ പരിപാടികൾ, ബർത്ത്ഡേ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സൂപ്പർ സ്ഥലമാണ്. നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് നടന്ന് എക്സ്പ്ലോർ ചെയ്യാം. നല്ല രസമുണ്ട് അല്ലേ? നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് ചൂടത്തൊന്നും ഇവിടെ ഇത്ര നടക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ഇറ്റ്സ് വെരി ഹ്യൂമിഡ്. ബട്ട് ഇവിടെ അടുത്ത് മോളുള്ളതുകൊണ്ട് അത്രയും കുഴപ്പമുണ്ടാവില്ല. നമ്മൾ നടന്നു കഴിഞ്ഞാലും നമുക്ക് ഈസി ആയിട്ട് പോയിട്ട് തണുപ്പ് ഇരിക്കുക, പുറത്തേക്ക് വരിക, അകത്തേക്ക്. റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് ആരാംസെ. കുറെ ഫുഡിനുള്ള ഓപ്ഷൻസ് ദുബായ് എന്താ പോകുന്നത് അടുത്ത ആള്. ഇത് സൂപ്പറാണ്. രസമുണ്ട്. സിപ്ലൈൻ ലോകത്തിലെ ഏറ്റവും ലെങ്ത് കൂടിയ സിപ്ലൈൻ ഉള്ളത് UAE തന്നെയാണ്. ഇത് അത്ര ലെങ്ത് ഒന്നും ആവില്ല, പക്ഷെ ഇതൊരു മെയിൻ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ അതൊരു വെറൈറ്റിയാ. ഇവിടെ നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ. ലൈവ്ലി സ്ഥലമാണ്. നല്ലൊരു വാക്ക്വേ ഉണ്ട്. ഇത് അവിടെ ഒരു വലിയൊരു റൗണ്ട് ബിൽഡിംഗ് ആണ് കേട്ടോ. അത് റെസ്റ്റോറൻറ്റ്സ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഔട്ട്ഡോർ ഡൈനിങ് ഒക്കെ ആയിട്ടുള്ള വലിയ റെസ്റ്റോറന്റ് ആണ്. റിയലി നൈസ്. കണ്ടോ, നല്ല വ്യൂ ആവും അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുമ്പോൾ. ഈ റൈറ്റിലേക്കാണ് ഇതാ പോണു അടുത്ത ആള്. സിപ്പ് ലൈനിൽ ഫുള്ള് ആൾക്കാരെ പ്രാവശ്യം. ദാറ്റ്സ് നൈസ്. നല്ല രസമുള്ള ഒരു പരിപാടി അല്ലേ? ഇവിടെ നിറച്ച് ഷോപ്പിങ്ങിനുള്ളതായാലും സ്പെഷ്യലി സൺസെറ്റ് ടൈമിൽ ഇവിടെ ഇങ്ങനെ വാക്ക് ചെയ്യാൻ നല്ല രസമാ. കണ്ടോ,
കടകളും weather. ഈ നടന്നു പോകാനുള്ള വാക്ക് വേയും ഭയങ്കര ആൾക്കാരാട്ടോ, ഫുള്ളാണ് ഇവിടെ. Yeah. ഈ ഒരു ലേക്കിനെ ചുറ്റി പറ്റിയിട്ട് നിറച്ച ആൾക്കാരും ഉണ്ട്. And a lot of restaurants. അതെ, റെസ്റ്റോറൻറ്റ്സ് നിറച്ചുണ്ട്. വെറൈറ്റി ഓഫ് ക്യൂസീൻസിലെ റെസ്റ്റോറൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും റെസ്റ്റോറൻറ്റ്സിന് ഒരു കുറവുണ്ടാവില്ല. പിന്നെ ആൾക്കാർക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും നടക്കാനും ഇരിക്കാനുള്ള സ്ഥലം കിട്ടിയാൽ അത് തന്നെ സൂപ്പറാ. കണ്ട നിറച്ച് ഓരോരോ ചെറിയ ചെറിയ കഫേകളും ഓരോ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ദേ ഇലക്ട്രിക് സൈക്കിളിൽ വരുന്നൊക്കെ രണ്ടാൾക്കാർ കൂടിയിട്ട് സൂപ്പർ നൈസ്നാ. ബിൽഡിങ്സ് ഒക്കെ കണ്ട എന്ത് ഭംഗിയല്ലേ ആ കാണുന്ന ഒരു സീനറിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇമാറിന്റെ ബിൽഡിങ്സ്, ഇമാർ തന്നെയാണ് ഈ ഒരു മോളും ഈ ഒരു ഏരിയയും ഹാൻഡിൽ ചെയ്യുന്നത്. ഇമാറിന്റെ തന്നെയാണ് ഇത് ആക്ച്വലി. just like Dubai Mall. Yeah, exactly. Then yachts, harbor. ഓരോ യോട്ടുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പെഷ്യൽ സ്ലോട്ടുകൾ. അവിടുത്തെ ഒരാള് യോട്ട് ക്ലീൻ ചെയ്യും. ഐ തിങ്ക് അത് മൂവ് ചെയ്യുന്നതല്ലാന്ന് തോന്നുന്നു. അതവിടെ ഫിക്സഡ് ആണെന്ന് തോന്നുന്നു, അറിയില്ല. അവിടെ ഒരാള് യോട്ട് ക്ലീൻ ചെയ്യുന്നു. അതിന്റെ മേലെ വെള്ളമൊഴിച്ച് മോപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിങ്ങനെ ഒരു സൈഡ് പിടിച്ച് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കും. കണ്ട ഇവിടെ വലിയൊരു എന്താ പറയാ, ഇത് യോട്ടാണോ അതോ വേറെ എന്താണ്? ഇതൊരു ബുഫേ കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. കണ്ട ഇതിന്റെ ഉള്ളില് ടേബിൾസ് എല്ലാം സെറ്റ് ചെയ്ത് ബുഫേ, ഒരു ചെറിയൊരു ബുഫേ സെറ്റ് ചെയ്ത് ലൈവായിട്ട് ഇങ്ങനെ ബോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്നത്. അതിൽ പല ഷോകളും കാര്യങ്ങളും ഉണ്ടാവും. നിറച്ച് ഫോറിനേഴ്സ് ആണ് കേട്ടോ, യൂറോപ്യൻസ്. JLT, ഈ ജുമേറ, മറീന ആ ഭാഗത്തേക്ക് വരുമ്പോൾ പിന്നെ ഇന്ത്യൻസ് കുറവാകും, ഫോറിനേഴ്സ് കൂടുതലാവും. ഇവിടെ നിറച്ച് ഈ യോട്ടുകൾ പാർക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. നമുക്ക് ഓരോ ഡെസിഗ്നേറ്റഡ് ഏരിയകൾ അവർക്ക് സ്ലോട്ട് തിരിച്ചു വെച്ചിട്ട് ഓരോ യോട്ടുകൾ വന്നത് ഇവിടെ സ്റ്റേ ചെയ്യുന്നു. എന്നിട്ട് ചെറിയ വിശപ്പല്ല, നല്ല വിശപ്പുണ്ട്. അവള് പറഞ്ഞു വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് മെല്ലെ ഭക്ഷണം കഴിച്ചാലൊന്ന്, പക്ഷേ ഞാൻ അതിന് സമ്മതിക്കില്ല. പരമാവധി വീഡിയോ കവർ ചെയ്യും. ഇത്രേ ഉള്ളൂ കേട്ടോ, സത്യം പറഞ്ഞ ഈ കാണുന്നത് തന്നെ ഉള്ളൂ. എസ്പെഷ്യലി ഏർലി മോർണിംഗ്സിലൊക്കെ വന്ന് സൈക്ലിംഗ് ഒക്കെ ചെയ്യാൻ നല്ലൊരു ഏരിയ. കൊറിയൻ സ്റ്റൈൽ ആ കണ്ടതാണ് ഇത്ര കൊറിയൻ സ്റ്റൈൽ, എനിക്കറിയില്ല, അവള് പറയുന്നുണ്ട്. So part 2 of this video is exploring some good restaurants around Marina. ഇത് കണ്ടോ, നമുക്ക് ഫ്രീ ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്നുണ്ട്. ദാറ്റ്സ് നൈസ്. എന്നാ നമുക്ക് നടന്ന് ക്ഷീണിക്കുമ്പോൾ ബോട്ടിൽ ഉണ്ടാവണം. ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് വെള്ളം ഫില്ല് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഇത് ആക്ച്വലി റെൻറ്റിന് ബൈക്ക് എടുക്കുന്നതാണ്. നമ്മൾ കാർഡ് യൂസ് ചെയ്തിട്ട് ഈ ഓരോ സൈക്കിൾസ് നമുക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഇത് ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ ഉണ്ട്, അടുത്ത സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ തിരിച്ചു വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇത് കട്ടാവുക, അങ്ങനെ എന്തോ സിസ്റ്റമാണ് ഇവിടുന്ന് എടുത്തിട്ട്. എനിക്ക് അറിയില്ല, അറിയുന്നവരുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് വളരെ നന്നായിരിക്കും. ഇവിടെ തന്നെ നല്ല ട്രാഫിക്കാണ്. നമ്മളിതേ ഈ ഒരു ട്രാഫിക്ക്, ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ആ ബ്രിഡ്ജിൻ്റെ ഈ സൈഡ് കൂടി, ഈ ബിൽഡിങ്ങിൻ്റെ സൈഡ് കൂടെ അങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഹാർബറിലേക്ക് എത്തുന്നത്. കണ്ട ഇവിടെ എപ്പോഴും ട്രാഫിക് ഉണ്ടാകുന്ന ഒരു ഏരിയ ആണ്. അതായത് ജുമേറയിൽ ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് മുൻവശത്തേക്ക് നല്ല ട്രാഫിക്കാണ്. നടന്ന് ക്ഷീണിച്ചു വീണു. കണ്ടോ ചിരിച്ചോണ്ടിരിക്കുന്നത്. സ്റ്റെപ്പ് നടത്താൻ വയ്യാത്തോണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഒരു റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചു. ഡിന്നർ, ഓക്കേ. അല്ലാത്ത സ്നാക്സ്. അത് ഒരു പാസ്ത കഴിക്കാന്ന് വിചാരിച്ചു, ഇനിയിപ്പോ അതേ നടക്കുള്ളൂ. അത്രമാത്രം അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചതാണ് നമ്മുടെ ഓർഗാനോ. സോ ഇറ്റ്സ് ആൻ ഇറ്റാലിയൻ റെസ്റ്റോറന്റ്. അപ്പം അങ്ങനെ ഇറ്റാലിയൻ റെസ്റ്റോറന്റിന്ന് നമ്മള് പാസ്തയോ പിസ്സയോ കഴിച്ച് എന്തായാലും അകത്ത് കയറാം. ഓക്കെ.